സാറേ, അപ്പം നമ്മൾ പല മലയാളീസും ഇപ്പോൾ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രശസ്തമായിട്ടൊരു ചോദ്യമാണ്. അതായത് ഇപ്പം മലയാളികളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ രീതിയാണ്. അവർക്ക് ഇൻകം ലഭിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ ഏതെങ്കിലും ഒരു ചിട്ടിയിൽ പോയി ചേരും. അത് ലോങ് ടൈമിലേക്ക്, ഇപ്പോൾ 5 ഇയർ അല്ല 10 ഇയറിലെ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുന്നത് ഇത് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും ഇതിന് എന്താണ് സൊല്യൂഷൻ എന്നൊക്കെയുള്ള. അപ്പോൾ ഇനി ഇതുപോലെ ചേരാനിരിക്കുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്താണെന്നുള്ളത്? നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഈ നിക്ഷേപമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഞാൻ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ ചിട്ടി ഫണ്ട്, ഇപ്പൊ KSF ചിട്ടി പോലുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും മോശമല്ല. പക്ഷെ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ വീട് പണിയാൻ എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ മകനായിട്ട് ഞാൻ മാത്രമുള്ളതുകൊണ്ട് ഇപ്പൊ ഈ വീട് എൻ്റെ പേരിലാണ്. അപ്പൊ എനിക്ക് എൻ്റെ ലൈഫിൽ വീട് പണിയണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2018 വെള്ളപ്പൊക്കം വന്നു. അപ്പൊ വെള്ളപ്പൊക്കം വന്നപ്പോ വീട്ടിനുള്ളിൽ വെള്ളം കയറി. ആ സമയത്താണ് ഇപ്പൊ നിലവിലുള്ള വീടിന്റെ വലിയൊരു പ്രശ്നം ഞാൻ ഐഡന്റിഫൈ ചെയ്തത്. കാരണം അതിന്റെ തറ ഭയങ്കര താഴെയായിരുന്നു. അപ്പൊ തറ ഇനി നമുക്ക് പൊക്കാനൊന്നും പറ്റില്ല. പണ്ട് കരിങ്കല്ലൊക്കെ വെച്ച് പണിതേക്കണ കാര്യമാണ്. തറ പൊക്കാൻ നമുക്ക് പറ്റില്ല. റോഡെല്ലാം പൊന്തി, പക്ഷെ അതനുസരിച്ച് തറ താഴ്ന്നു പോയി. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇനി ആ വീടുമ ഇനി കിടന്ന് പണിതിട്ട് കാര്യമില്ല, അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഒരു പുതിയ വീട് വെക്കാം എന്നുള്ള ഒരു പ്ലാൻ ഈ ഒരു 2018 എന്റെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ 2020 ഈ കൊറോണ ടൈമിലാണ് ഞാൻ എൻ്റെ വീട് പണി തുടങ്ങുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നേരത്തെ വീട് പണിയണം എന്നുള്ള ഒരു ആഗ്രഹം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വീട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിന് വേണ്ടി ഞാൻ വേറെ ഒന്നും ഒരു ഇൻവെസ്റ്റ്മെന്റും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ വീട് പണി തുടങ്ങി. അപ്പൊ എന്നെ സംബന്ധിച്ച് ലോൺ എടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ KSF പല ചിട്ടികൾ, ഒറ്റ ചിട്ടിയല്ല പല ചിട്ടികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സാധാരണ ഏറ്റവും കൂടുതൽ ഞാൻ 40 മാസ ചിട്ടികളാണ് ഞാൻ തുടങ്ങിയത്. ഒരു 13, 14, 15 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 10 ലക്ഷം രൂപയുടെ ചിട്ടിയാണെങ്കിൽ നമുക്ക് ഒരു 8.5 ലക്ഷം രൂപയൊക്കെ വിളിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വിളിച്ചെടുത്തിട്ട് ആ ഒരു തുക വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട് പണി ഞാൻ ചെയ്തത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ സപ്പോസ് ലോൺ എടുക്കണമെങ്കിൽ ലോണിലേക്ക് ഞാൻ അടയ്ക്കേണ്ടി വരുന്ന ഒരു തുകയുണ്ട്. അതായത് പ്രിൻസിപ്പൾ കൂടാതെ ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ നല്ലൊരു തുക അടയ്ക്കേണ്ടി വരും. അപ്പൊ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ചിട്ടി ഞാൻ വിളിച്ചെടുത്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ലാഭകരമാണ്. ചിട്ടി ഒരു കാരണവശാലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ചിട്ടി ഇപ്പൊ നിങ്ങൾ സാധാരണ രീതിയിൽ കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏകദേശം ഒരു 8.25-9 ലക്ഷം രൂപയോളം നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. സപ്പോസ് ഈ ചിട്ടി നമ്മൾ ഏറ്റവും അവസാനം വരെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്നത് 9.5 ലക്ഷം രൂപയാണ്. 9.8 ലക്ഷം. കാരണം 50,000 രൂപ ഇവരുടെ കമ്മീഷൻ പോകും. അപ്പൊ ഈ കമ്മീഷൻ കൂടി പോയി കഴിഞ്ഞാൽ 9.5 ലക്ഷം രൂപ. അപ്പൊ ഏകദേശം ഞാൻ 9 ലക്ഷം രൂപ അടിച്ചു, എനിക്ക് 9.5 ലക്ഷം രൂപ എനിക്ക് തിരിച്ചിട്ടും 50,000 രൂപ മാത്രമാണ് ഈ പറഞ്ഞ ഒരു 40 മാസം കൊണ്ട് എനിക്ക് കിട്ടുന്ന ശരിക്കും ലാഭം. അപ്പൊ അതിന്റെ റിട്ടേൺ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 2% അല്ലെങ്കിൽ 3% ഒക്കെ അതിന്റെ മാക്സിമം റിട്ടേൺസ് വരാറുള്ളത്. അതേസമയം ഈ ചിട്ടിയെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ 13ാമത്തെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഏകദേശം ഒരു 10-27 മാസം മുമ്പ് എനിക്ക് ഈ എമൗണ്ട് എന്റെ കയ്യിൽ കിട്ടി. അപ്പൊ ഞാൻ ലോൺ എടുക്കുന്നതിന് പകരം എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് ചിട്ടി എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതേസമയം ഇപ്പൊ പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കൊക്കെ ചിട്ടി വാങ്ങിക്കും. കാരണം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ ആവശ്യം വന്ന സമയത്ത് അവർക്ക് ചിട്ടികൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് വിളിച്ചെടുത്തിട്ട് ആ പൈസ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനത്തെ പൈസ ഒന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ചിട്ടി തുടങ്ങുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എന്റെ വീട് പണിയുന്ന സമയത്ത് എനിക്ക് ചിട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ചിട്ടികളൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അർജന്റായിട്ട് എനിക്ക് ഒരു പൈസ ആവശ്യം
എന്നെ സംബന്ധിച്ച് ഇല്ല. എനിക്ക് അത്യാവശ്യം വേണ്ട എമർജൻസി ഫണ്ട് ഇപ്പോൾ ഓൾറെഡി നോർമൽ. കാരണം വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീട് പണിതപ്പോൾ എനിക്ക് 1 കോടി രൂപ എനിക്ക് ചെലവായി. അത് വലിയ തുക വേണ്ടി വരുന്ന സംഭവം. അപ്പൊ അതേസമയം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചുള്ള എമർജൻസി ഫണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ പെട്ടെന്നൊരു അർജന്റ് എമൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പുതുതായിട്ട് ഞാൻ ചിട്ടികളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെപ്പോൾ ഇവിടെ ചിട്ടി ചേരുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളെ സംബന്ധിച്ച് ഷോർട്ട് ടൈം നമുക്ക് വലിയൊരു തുക എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിട്ടി കൺസിഡർ ചെയ്യാം. അതേസമയം ഒരു നിക്ഷേപം എന്ന രീതിയിൽ ഒരു കാരണവശാലും നിങ്ങൾ ചിട്ടി കാണരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ഏകദേശം സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്ന റിട്ടേൺ പോലും നോർമൽ സിറ്റുവേഷനിൽ ചിട്ടി ഫണ്ടുകളിൽ നിന്ന് കിട്ടാറില്ല.